ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യു ഡു ദ പോസിബിൾ ആൻഡ് ലെറ്റ് ഗോഡ് ഡു ദ ഇമ്പോസിബിൾ. ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഫിലിപ്പി 4:19. ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, നമ്മുടെ ഇടവകയുടെ ആത്മീയ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. നമ്മുടെ ചിരകാല അഭിലാഷമാണല്ലോ ദൈവമഹത്വത്തിനായി നമുക്കും വരും തലമുറകൾക്കുമുള്ള വിശ്വാസ സ്മാരകമായി മനോഹരമായ ഒരു ഇടവക ദേവാലയം പണിയുക എന്നത്. വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മനോഹരമായൊരു ദേവാലയം നമ്മുടെ പൂർവികർ ഭാഗ്യസ്മരണാർഹനായ ബഹുമാനപ്പെട്ട ജോസഫ് മേമനച്ചൻ്റെ ശക്തമായ നേതൃത്വത്തിൽ നിർമ്മിച്ചു വരുന്നുവെങ്കിലും കാലപ്പഴക്കം കൊണ്ട് ബലക്ഷയമുണ്ടെന്നും അതിനാൽ അപകട സാധ്യത ഏറെയാണെന്നും പഠനങ്ങളിലൂടെ കണ്ടെത്തിയതിൻ്റെ വെളിച്ചത്തിൽ 2025 ഓഗസ്റ്റ് 24 ഇടവക ദേവാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചേർന്ന പ്രത്യേക പൊതുയോഗത്തിൽ പുതിയ ദേവാലയം നിർമ്മിക്കുവാൻ തീരുമാനിക്കുകയും ഇതിന് ആവശ്യമായ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് അടുത്ത 3 വർഷത്തിനുള്ളിൽ സമയബന്ധിതമായി ദേവാലയ നിർമ്മാണം പൂർത്തിയാക്കുക എന്ന ഉദ്ദേശത്തോടെ മുൻപോട്ട് പോകുവാനും തീരുമാനിച്ചിരുന്നല്ലോ. ഇതനുസരിച്ച് നിർമ്മാണ കമ്മിറ്റി രൂപീകരിച്ച് പ്രാരംഭ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടന്നു വരികയുമാണ്. പ്രിയപ്പെട്ടവരെ, പുതിയ ദേവാലയ നിർമ്മാണമെന്ന വലിയ വിശ്വാസ യാത്രയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ ഇടവകയുടെ ചരിത്രം നോക്കിയാൽ ചെറിയ തുടക്കങ്ങളിൽ നിന്ന് ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വലിയ കാര്യങ്ങൾ സാധിച്ചവരാണ് നമ്മുടെ മുൻ തലമുറകൾ. അവർ ചോദിച്ചത് എനിക്ക് എത്ര ഉണ്ട് എന്നല്ല, പകരം ദൈവത്തിനായി ഞാൻ എന്ത് നൽകാം എന്നതായിരുന്നു. പുതിയ ദേവാലയ നിർമ്മാണം ഇത് വെറും ഒരു കെട്ടിട നിർമ്മാണം മാത്രമല്ല, നമ്മുടെ വിശ്വാസത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഐക്യത്തിൻ്റെയും നാളിതുവരെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള മുഴുവൻ അനുഗ്രഹങ്ങളുടെയും വലിയ നേർസാക്ഷ്യമാണ്. ഈ വലിയ ദൗത്യം പൂർത്തീകരിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരുടെയും വിലയേറിയ പ്രാർത്ഥനകളും ആത്മാർത്ഥമായ സാമ്പത്തിക സഹായങ്ങളും വിവിധങ്ങളായ മറ്റ് സഹായ സഹകരണങ്ങളും വളരെ അത്യാവശ്യമാണ്. വിധവയുടെ കാണിക്ക പോലെ നിങ്ങളുടെ ഓരോ നാണയവും അധ്വാനത്തിൻ്റെ വിയർപ്പും പ്രാർത്ഥനയും ഒരു ദേവാലയ നിർമ്മാണത്തിൻ്റെ അനിവാര്യ ഘടകങ്ങളാണ്. ഓരോരുത്തരും നിങ്ങളുടെ കഴിവിനും ആത്മാർത്ഥതയ്ക്കും അതിലുപരി നല്ലൊരു ദേവാലയം നിർമ്മിക്കണമെന്നുള്ള താല്പര്യവും അനുസരിച്ച് നൽകുന്ന ഓരോ സഹായ സഹകരണങ്ങളും ദൈവസന്നിധിയിൽ വലിയ അനുഗ്രഹങ്ങളായി മാറുക തന്നെ ചെയ്യും. സ്നേഹമുള്ളവരെ, ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സന്ദർശിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണല്ലോ ദേവാലയം. എന്നാൽ അതിൻ്റെ അർത്ഥവും പ്രാധാന്യവും നാം പലപ്പോഴും ആഴത്തിൽ ചിന്തിക്കാറില്ല. ദേവാലയം വെറും ഒരു കെട്ടിടമല്ല, അത് ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം നാം അനുഭവിക്കുന്ന സ്വർഗീയമായ ഇടമാണ്. നമ്മുടെ ജീവിതം ദേവാലയത്തെ തുടങ്ങുന്നു എന്ന് പറയുന്നത് അതിശയോക്തിയല്ല. മാമുദീസ ജലത്തിൽ നാം ദൈവമക്കളായി ജനിക്കുന്നു. അങ്ങനെ ദേവാലയം ഒരാളുടെ ആത്മീയ ജന്മസ്ഥലമാകുന്നു. ജനനം മുതൽ മരണം വരെ ഒരു ക്രൈസ്തവന്റെ ജീവിതയാത്രയിൽ ദേവാലയം കൂടെയുണ്ട്. സന്തോഷത്തിന്റെ നിമിഷങ്ങളിൽ നാം ദേവാലയത്തിലേക്ക് വരുന്നു. അതുപോലെ ദുഃഖത്തിന്റെ നിമിഷങ്ങളിലും നാം ആദ്യം തേടുന്നതും ദേവാലയത്തെയാണ്. കണ്ണീരോടെ വന്നവർ സമാധാനത്തോടെ മടങ്ങുന്ന ഇടമാണ് ദേവാലയം. വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറയുന്നു, എൻ്റെ പിതാവിൻ്റെ ഭവനം എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഭവനമാണ്. മത്തായിയുടെ സുവിശേഷം 21:13 ദേവാലയം അത് നമ്മുടെ കണ്ണുനീരുകൾ പ്രാർത്ഥനകളാകുന്ന ഇടമാണ്. ഇവിടെ കുഞ്ഞുങ്ങൾ കുരിശടയാളം വരയ്ക്കാൻ പഠിക്കും. ഇവിടെ അവർ പ്രാർത്ഥിക്കണം, വിശ്വാസം പഠിക്കണം, ജീവിതത്തിന്റെ വഴികൾ കണ്ടെത്തണം. ഇവിടെ യുവാക്കൾ ജീവിതദിശ കണ്ടെത്തും. ഇവിടെ മാതാപിതാക്കൾ മക്കൾക്കായി കണ്ണീരോടെ പ്രാർത്ഥിക്കും. ഇവിടെ വേദനയിലുള്ളവർ ആശ്വാസം കണ്ടെത്തും. ഇത് കല്ലും സിമെന്റുമല്ല, ഇത് വിശ്വാസത്തിന്റെ ഭവനമാണ്. സ്നേഹമുള്ളവരെ, ഇടവക ദേവാലയം പ്രാർത്ഥനയുടെ ഭവനം മാത്രമല്ല, സാഹോദര്യത്തിന്റെ ഭവനവുമാണത്. ഇവിടെയാണ് നാം ഞാൻ അല്ല നാം എന്ന് പഠിക്കുന്നത്. ദരിദ്രനും സമ്പന്നനും ഒരേ കുരിശിന് ചുവട്ടിൽ കീഴിൽ ഒരുമിച്ച് മുട്ടുകുത്തുന്ന ഈ ദേവാലയം സമത്വത്തിന്റെ പാഠശാലയാണ്. ഇടവക ദേവാലയം നമ്മുടെ വിശ്വാസം സംരക്ഷിക്കുന്ന കോട്ടയാണ്. ലോകം പലവിധം നമ്മെ വിശ്വാസത്തിൽ നിന്ന് അകറ്റുവാൻ ശ്രമിക്കുമ്പോൾ നമ്മെ പിടിച്ചു നിർത്തുന്നത് ഈ ദേവാലയത്തിന്റെ മണിനാഥമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ദേവാലയത്തെ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി സ്നേഹിക്കേണ്ടത്, സംരക്ഷിക്കേണ്ടത്.
ഉത്തരവാദിത്തോടെ നമ്മുടെ സ്വന്തമായി നമ്മൾ നോക്കേണ്ടത്. ഇത് നമ്മുടെ എല്ലാവരുടെയും ആത്മീയ ഭവനമാണ്. നമ്മുടെ മക്കൾക്ക് നാം നൽകുന്ന ഏറ്റവും വലിയ സമ്പത്ത് സ്വർണമോ പണമോ അല്ല, വിശ്വാസത്തിന്റെ ഒരു ദേവാലയമാണ്. അവർ ഇവിടെ നിന്ന് ദൈവത്തെ കണ്ടെത്തട്ടെ, മനുഷ്യരെ സ്നേഹിക്കുവാൻ പഠിക്കട്ടെ. നമ്മുടെ ഇടവക ദേവാലയം ജീവനുള്ള ദേവാലയമാകട്ടെ, പ്രാർത്ഥനയാൽ നിറഞ്ഞത്, സ്നേഹത്താൽ സമ്പന്നമായത്, സാക്ഷി ജീവിതത്താൽ ലോകത്തെ സ്പർശിക്കുന്നതായി തീരട്ടെ. നമ്മുടെ ഇടവകയിൽ പുതിയ ദേവാലയം പണിയുവാനുള്ള ഈ വലിയ ഉത്തരവാദിത്വം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇത് നമ്മൾ ഓരോരുത്തരുടെയും വിശ്വാസ സാക്ഷ്യമാണ്. നമ്മൾ എല്ലാവരും ഒരുപോലെയല്ല. സാമ്പത്തികമായി ചിലർക്ക് കൂടുതൽ നൽകുവാൻ കഴിയും, ചിലർക്ക് വളരെ കുറച്ച് മാത്രമേ നൽകുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ദൈവം നോക്കുന്നത് നമ്മൾ നൽകുന്ന തുകയുടെ അളവല്ല, നേരെ മറിച്ച് നൽകുന്ന മനസ്സിന്റെ സത്യസന്ധതയാണ്. അവിടുത്തെ മുമ്പിൽ സ്നേഹത്തോടെ നൽകിയ ഓരോ നാണയവും വലിയ അർപ്പണമാണ്. വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറയുന്നു, ദൈവം സന്തോഷത്തോടെ നൽകുന്നവനെ സ്നേഹിക്കുന്നു. 2 കൊരിന്ത്യർ 9:7. ഈ ദേവാലയം നമ്മൾക്കായി മാത്രമല്ല, നമ്മുടെ മക്കൾക്കും വരും തലമുറകൾക്കും വേണ്ടിയാണ്. ഇന്ന് നമ്മൾ നൽകുന്ന ഓരോ സംഭാവനയും നാളെ അവർക്കുള്ള ഒരു വിശ്വാസ പൈതൃകമാണ്. സാമ്പത്തികമായി നിങ്ങൾക്ക് കഴിയുന്നത് പോലെ പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ ഈ ദേവാലയ നിർമ്മാണത്തിൽ സഹകരിക്കണമെന്ന് മാത്രമാണ് എൻ്റെ സ്നേഹപൂർവമായ അഭ്യർത്ഥന. ഈ ദേവാലയ നിർമ്മാണം പൂർത്തിയാക്കി പുതിയ ദേവാലയത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ നമുക്ക് അഭിമാനത്തോടെയും സന്തോഷത്തോടെയും നന്ദിയോടും കൂടി പറയുവാൻ കഴിയട്ടെ, എനിക്ക് കഴിയുന്നത് പോലെ ഞാനും ആത്മാർത്ഥമായി ഇതിന് കൈകോർത്തു എന്ന്. അതുതന്നെയാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും. ഈ ദേവാലയ നിർമ്മാണത്തിൽ സഹകരിക്കുന്ന ഓരോ കുടുംബത്തിനും ദൈവത്തിന്റെ അനുഗ്രഹം സമർത്ഥമായി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇന്ന് നിൽക്കുന്ന ഈ സ്ഥലത്ത് നമ്മുടെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും മുട്ടുകുത്തി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ദിനങ്ങളുണ്ടായിരുന്നു. അവർക്ക് സമ്പത്തൊന്നും കൂടുതലായിരുന്നില്ല, പക്ഷേ ദൈവത്തിലുള്ള വിശ്വാസം അവർക്ക് ധാരാളമായി ഉണ്ടായിരുന്നു. അവരുടെ ആ വിശ്വാസമാണ് ഇന്ന് നമ്മളെ ഇവിടെ എത്തിച്ചത്. ദൈവം നമ്മോട് ചോദിക്കുന്നില്ല നിനക്ക് എത്ര സമ്പത്തുണ്ട്, പകരം ചോദിക്കുന്നു നിന്റെ ഹൃദയം എത്ര വിശാലമാണ്. ചിലർക്ക് വലിയ തുകകൾ നൽകുവാൻ കഴിയും, ചിലർക്ക് ചെറിയ സംഭാവന മാത്രമേ കഴിയൂ. എന്നാൽ ദൈവത്തിന്റെ മുമ്പിൽ സ്നേഹത്തോടെ നൽകിയ ഓരോ നാണയവും വലിയ അർപ്പണമാണ്. വിധവയുടെ 2 ചെമ്പ് നാണയങ്ങൾ പോലെ യേശുവിന്റെ ഹൃദയം അത് തൊട്ടതുപോലെ നിങ്ങളുടെ ചെറിയതും വലിയതുമായ എല്ലാ സംഭാവനകളും ദൈവഹൃദയം സ്പർശിക്കും. ഇത് നമ്മുടെ ഇടവകയുടെ വിശ്വാസ പ്രഖ്യാപനമാണ്. നാളെ നമ്മുടെ കുട്ടികൾ ഈ ദേവാലയത്തെ നോക്കി നമ്മളോട് ചോദിക്കട്ടെ, ഇത് പണിതത് ആരാണ്? അപ്പോൾ അഭിമാനത്തോടെ നമുക്ക് പറയുവാൻ കഴിയട്ടെ, ഇത് ഞങ്ങളെല്ലാവരും ഒരേ മനസ്സോടെ പ്രാർത്ഥനാപൂർവം നമുക്കായി ദൈവമഹത്വത്തിനായി ഒരുമിച്ച് പണിതതാണ് എന്ന്. സ്നേഹമുള്ളവരെ, നമ്മുടെ കൂട്ടായ്മയുടെ അടിസ്ഥാന ശിലയിൽ ദൈവകൃപയുടെ നിറവിൽ മാത്രമേ ഒരു ദൈവഭവനം പൂർത്തിയാക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. തമ്പുരാന്റെ കരുണയിൽ ആശ്രയിച്ച് നമുക്ക് ആരംഭിക്കാം. ഇടവകയുടെ നന്മയ്ക്കായി ഇടവകയ്ക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ വികാരിച്ചൻ എന്ന നിലയിൽ എൻ്റെ സ്നേഹപൂർവമായ അഭ്യർത്ഥനയാണിത്. ഇടവകയ്ക്ക് വേണ്ടിയുള്ള എൻ്റെ ഒരു അഭ്യർത്ഥന. നമ്മുടെ ഹൃദയങ്ങളിൽ ആദ്യമേ നമ്മൾ ദേവാലയം പണിയണം, പിന്നീട് നമ്മുടെ കുടുംബങ്ങളിൽ ദേവാലയം നമ്മൾ പണിയണം, പിന്നീടാണ് ഇടവകയിൽ. പ്രാർത്ഥന, ഐക്യം, നല്ല മനസ്സ്, ഇവ ഒന്നുചേർന്നാൽ നമുക്ക് ഒന്നും അസാധ്യമല്ല. നമ്മൾ ഈ നിയോഗത്തോടെ ചിലവുകൾ ചുരുക്കി വളരെ ശ്രദ്ധാപൂർവം പണം കൈകാര്യം ചെയ്തു. എൻ്റെ ഒരു മാസത്തെ അലവൻസ് 14,500 രൂപ. അത് അന്നത്തെ അലവൻസ് ആണ്. ഇന്നിപ്പോൾ 16,000 രൂപയാണ് അലവൻസ്. പുതിയൊരു അക്കൗണ്ട് തുടങ്ങി അതിൽ പണം ഈ ഒരു നിയോഗത്തിനായി നിക്ഷേപിച്ച് പിന്നീട് നമ്മൾ നമ്മുടെ അനുദിന ചെലവുകളൊക്കെ കുറച്ച് നമ്മൾ ഈ ഒരു നിയോഗത്തിനായി സ്വരൂപിച്ച പണമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള 1,62,793 രൂപ. ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ഇതിലേക്ക് നൽകിയ സംഭാവനകൾ നിങ്ങൾ ഇനി തരുവാനുള്ള വിഹിതത്തിൽ നിന്ന് കുറയുന്നതുമാണ്. നമ്മളാണ് ദേവാലയം നിർമ്മിക്കുന്നത്, ഞാനല്ല, കമ്മിറ്റിക്കാരല്ല. നമ്മളെല്ലാവരും ഒരേ മനസ്സോടെ പ്രാർത്ഥനയോടെ നിന്നാൽ നമുക്കെല്ലാം തീർച്ചയായും സാധ്യമാകും. ഒരുമയുടെ പെരുമയെ തമ്പുരാൻ അനുഗ്രഹിക്കും. എല്ലാവരുടെയും ആത്മാർത്ഥമായ പങ്കാളിത്തം ഉണ്ടാകണം. നിലവാരമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കണം. നിലവാരമില്ലാത്ത സംസാരങ്ങൾ അത് അനുഗ്രഹങ്ങൾക്ക് തടസ്സമാകുമല്ലോ. നിങ്ങൾ ഓരോ നാണയവും നൽകുമ്പോഴും എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ എന്ന പ്രാർത്ഥനയോടെ
നിങ്ങളുടെ നിയോഗവും സമർപ്പിച്ച് നൽകുക. അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കുക. നിങ്ങൾ ന്യായമായ സംഖ്യ എഴുതിയാൽ വീണ്ടും കൂട്ടുമെന്ന് ആരും കരുതണ്ട. അങ്ങനെ ഒരിക്കലും ചെയ്യുകയുമില്ല. ദേവാലയ നിർമ്മാണം നമ്മുടെ അത്യാവശ്യമാണല്ലോ. ഏതെല്ലാം വിധത്തിൽ ന്യായമായ മാർഗങ്ങളിലൂടെ പണം കണ്ടെത്തുവാൻ സാധിക്കുമെന്ന് നമ്മൾ കൂടി ആലോചിക്കണം. അതിനായി ന്യായമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. ദൈവം നിങ്ങളുടെ ഓരോ ത്യാഗവും കാണുന്നു. അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ തീർച്ചയായും ഒഴുകി വരും. നമ്മുടെ പുതിയ ദേവാലയം ഉയരട്ടെ. നമ്മുടെ വിശ്വാസത്തിൻ്റെ സാക്ഷ്യമായി, നമ്മുടെ ഐക്യത്തിൻ്റെ ചിഹ്നമായി, നമ്മുടെ മക്കളുടെ പ്രത്യാശയുടെ ഭവനമായി. എല്ലാറ്റിനും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഏവരുടെയും ആത്മാർത്ഥവും ത്യാഗപൂർവമായ സഹകരണം പ്രതീക്ഷിക്കുന്നു. പരിശുദ്ധ അമ്മ വഴി നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവത്തിനു സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനകളോടെ സ്നേഹപൂർവ്വം നിങ്ങളുടെ വികാരിയച്ഛൻ, സജി അച്ഛൻ.